കൂട്ടുകാരെ, സദ്യ സ്പെഷ്യൽ ഒരു ബീട്രൂട്ട് കറി തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ അതിൻ്റെ തോട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. ഇതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, തൈര് ചേർക്കാനുള്ളത്. ഇതിലേക്ക് ഇനി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, അതേപോലെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, എല്ലാം കൂടെ ഒന്ന് വെള്ളം ഒഴിക്കാതെ ഫൈനായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് തൈര് കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒരു കാരണവശാലും ചേർക്കരുത്. കൂട്ടുകാരെ, ഞാൻ ഒരു ശകലവും വെള്ളം ചേർത്ത് കൊടുത്തതല്ല. ഞാനൊരു ചട്ടിയിൽ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ല. അപ്പോൾ വെള്ളം ഒരു ശകലം ചേർത്ത് കൊടുക്കരുത്. നമുക്കിങ്ങനെ സദ്യയില് തൊടുകറിയായിട്ട് വെക്കാം ഇത്. ഇനി ഇതിന്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോഴൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും വളരെ എളുപ്പവും. അപ്പോഴിതിനി അടച്ചു വെച്ച് നല്ലപോലെ ഇതിന്റെ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കൂട്ടുകാരെ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും. നല്ലപോലെ അതിന്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് കണ്ടല്ല, ഇതുപോലെ നമുക്ക് ഇലയിൽ വെക്കാൻ പറ്റും. എന്താ വെള്ളം കൂടിയേ ശരിയായി കിട്ടില്ല. ഇപ്പം ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇതിന് തിളയ്ക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് തൈര് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഉടച്ചൊന്നും എടുത്തില്ല കുട്ടികളെ, അല്ലാതെ അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. ഉണ്ടല്ലേ. ഇപ്പോൾ തൈര് ഇച്ചിരി ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അടിപൊളി. നല്ല പുളിപ്പുള്ള തൈര് എടുക്കണം കൂട്ടുകാരെ, അപ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതേപോലെ 2-3 വറ്റൽമുളക്, കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കേണ്ടായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ മുളകിടുന്നത് കുഞ്ഞുള്ളി ഇടാനുള്ളതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടല്ലോ കൂട്ടുകാരെ, നമ്മുടെ ബീട്രൂട്ട് കറി, സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കറി, അല്ലെങ്കിൽ കല്യാണക്കറി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.